ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂരാണ്. നമുക്ക് ഒരു ഹണി കൊമ്പ് ഫിറ്റ് ചെയ്യാണ്ട് ഈ ഫ്ലാറ്റിലാണ് ഫിറ്റ് ചെയ്യാനുള്ളത്. ഇതിൻ്റെ 17ാം നിലയിലാണ് ഫിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഇപ്പോൾ ആദ്യം ഇവിടെ നെറ്റ് ഉണ്ട്, അത് നമുക്ക് ഊരി ഒഴിവാക്കണം. എന്നിട്ടാണ് നമുക്ക് മോസ്കിറ്റോ ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്യാൻ പോവാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ നൂല് എവിടെയും കോർണറിലും സൈഡൊന്നും കുടുങ്ങാതെ നോക്കണം. ഇതിൻ്റെ വൃത്തി പീസ് എടുത്തിട്ട് കോർണറിൽ പതുക്കെ കയറ്റി കൊടുത്താൽ മതി. നൂല് കുടുങ്ങുന്നത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അതിൻ്റെ വർക്കിങ്ങിന് ബാധിക്കും. നെറ്റ് സ്റ്റക്കാവാൻ സാധ്യതയുണ്ട്. ഇത് 2-in-1 ആണ്. അപ്പോൾ ഹണി കോമ്പും മോസ്കിറ്റും രണ്ട് വരുന്നതായതുകൊണ്ട് ചെറിയൊരു പ്രയാസം ഫിറ്റ് ചെയ്യാനുണ്ടാവും. അതിന് സിമ്പിളായിട്ട് ഫിറ്റ് ചെയ്യാം. അപ്പോൾ താഴെ ചെയ്തുള്ള മുകളിൽ അതേമാതിരി ആ ഉടുത്ത ഭാഗം കോർണറിലേക്ക് കുടുക്കി കൊടുക്കുകയാണ്. നെറ്റും നൂലും എവിടെയും കുടുങ്ങാൻ പാടില്ല. കറക്റ്റ് ആ ഹോളിലേക്ക് അമർത്തി കറക്റ്റ് പോവും, ഒരു പ്രയാസമില്ല. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും നൂല് കൊടുങ്ങാതെ നമ്മൾ ആ ഗ്യാപ്പ് കറക്റ്റ് കയറ്റി കൊടുത്താൽ മതി. അപ്പോൾ നൂല് ലൂസ് ഉണ്ടാവും, നമുക്ക് ശരിക്കും കാണാൻ പറ്റും. നമ്മളത് ഓപ്പോസിറ്റ് സൈഡാണ് അതിൻ്റെ സ്ക്രൂ ഉണ്ടാവുക. ഹണി കോമ്പ് ഉള്ള ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റ് നെറ്റിൻ്റെ സൈഡാണ് ഹണി കോമ്പിൻ്റെ സ്ക്രൂ ഉണ്ടാവുക. അത് ത്രെഡ് പോവാതെ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ ത്രെഡ് പോകാതെ ലെഫ്റ്റ് ഭാഗത്തേക്ക് തിരിച്ചാൽ മതി. കറക്റ്റ് പുലി കയറി പോകുന്നത് കാണാം. കറക്റ്റ് ഏകദേശം മീഡിയം ടൈറ്റായി നമ്മൾ നിർത്തുക. ഓവർ ടൈറ്റായി കഴിഞ്ഞാൽ ഇതിൻ്റെ മൂവിങ് നല്ല ടൈറ്റ് ആയിരിക്കും. അതുപോലെ താഴെ ഭാഗവും നമ്മൾ എന്ത് ചെയ്യുക, ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ലെഫ്റ്റ് സൈഡൊക്കെ തിരിക്കേണ്ട ടൈറ്റ് ആവാം. ഇനി ഫ്രെയിം കയറ്റുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്യാം. പിന്നെ സ്ക്രൂ ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ വീണ്ടും അതേപോലെ അയക്കേണ്ടി വരും. ഒന്ന് ചെക്ക് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് നമുക്ക് കയറ്റാം. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, മോസ്കിറ്റോ നെറ്റ് റെഡിയാണ്, കുഴപ്പമൊന്നുമില്ല. ഹണി കോമ്പ് റെഡിയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിനി കൊണ്ട് ഫിറ്റ് ചെയ്യാം. ചുളികളൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് നിർത്തി കൊടുക്കുക. അപ്പോൾ ആർക്കെങ്കിലും സാധനം ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ ബന്ധപ്പെട്ടാൽ മതി. അതുപോലെ നമ്മൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഗ്യാപ്പ് ഫുള്ള് ഫില്ലായി. നമുക്ക് ഫ്രെയിം കൊണ്ടുപോയി നമുക്ക് ഫിറ്റ് ചെയ്യാം. എല്ലാ ഭാഗവും റെഡിയാണ്. 4 സ്ക്രൂ നമ്മൾ ചെറുതായിട്ട് തിരിച്ചെല്ലാം ഒരുപോലെ കോമ്പട്ടൊക്കെ തീർത്ത് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഫ്രെയിം കൊണ്ട് കറക്റ്റ് ഇതിലേക്ക് ചെയ്യാം. ഫ്രെയിം അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് അളവാണ്, അതുകൊണ്ട് ഗ്യാപ്പുകളൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് തള്ളി കയറ്റേണ്ടി വരും, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യേണ്ടി വരും കയറണമെങ്കിൽ. അതുകൊണ്ട് ഫ്രെയിം തന്നെ ടൈറ്റായിട്ട് നിൽക്കും. ഫ്രെയിം ടൈറ്റ് ആയതുകൊണ്ട് നമുക്ക് കൊടുക്കുന്ന സ്ക്രൂവിൻ്റെ എണ്ണം നമുക്ക് കുറക്കാം. ഇപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു, നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല സ്മൂത്ത് വർക്കിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല. രണ്ട് സൈഡും നല്ല സ്മൂത്ത് വർക്കിംഗ് ആണ്. രണ്ടും നാലും 6 സ്ക്രൂകളാണ് നമ്മൾ കൊടുത്തത് കേട്ടോ.
താഴെ ഈ സൈഡിലൊന്ന്, അതുപോലെ ഈ സൈഡിലൊന്ന്, അതുപോലെ മേലെ സെയിം സൈഡിൽ അതേമാതിരി 2 എണ്ണം. ഹൈറ്റിൻ്റെ സെൻറ്റർ നമുക്ക് ചെയ്യാം. ഇങ്ങനെ ഫുള്ള് വൈഡാക്കിയിട്ട് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ 2 സൈഡും സിലിക്കോൺ ദമ്മാക്കി ചെയ്താൽ മതി.